അപ്പൊ മലയാളം സിമ്പിൾ ആണ്, എങ്ങനെയെങ്കിലും 10 മാർക്ക് തട്ടിക്കൂട്ടി കിട്ടുമെന്ന് വിചാരിച്ച് പലരും പണ്ട് പരീക്ഷയ്ക്ക് പോകാറുണ്ടെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എക്സാം ആയിട്ട് ഇപ്പൊ എന്ത് മാറുന്നുണ്ട്? മലയാളം മാറുന്നുണ്ട്. ഇങ്ങനെ മലയാളം മാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നമ്മൾ വേണ്ട രീതിയിൽ തയ്യാറെടുപ്പ് എടുക്കാത്തോണ്ടാ. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാവോ? നമുക്കറിയാം, ഒരുപാട് പ്രതീക്ഷയോടുകൂടി എഴുതി നമ്മുടെ ഡിഗ്രി പ്രിലിംസ് അങ്ങ് കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഡിഗ്രി മെയിൻസ് ആണ്. നമുക്കറിയാം, ഒരുപാട് പേര് കാത്തിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു പരീക്ഷയാണ്. പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മുടെ ലക്ഷ്യം റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ പേര് വരിക എന്നുള്ളതല്ല. ഏറ്റവും ആദ്യം തന്നെ പേര് വരിക നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് ആദ്യം തന്നെ കടക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാവരും പഠിക്കാനുള്ള തുടക്കത്തിലും തയ്യാറെടുപ്പിലും ഒക്കെ ആയിരിക്കും. എങ്കിലും എവിടെ എത്തിയിട്ടില്ല മിസ്, എന്താ പഠിക്കേണ്ടത്, സിലബസ് മാറുമോ, ഇനി സിലബസിൽ എന്താ പഠിക്കേണ്ടതെന്നൊക്കെ ആകെ കൂടി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കമന്റിൽ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാകും. അതിനു മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി എങ്ങനെ പഠിക്കണം, അടുത്ത PSCയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ തൊട്ട് താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ എല്ലാം എന്ത് ചെയ്യാം, അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഏത് വിഷയത്തിലേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു, ഡിഗ്രി മെയിൻസ് ആണ്. എപ്പോഴാ എക്സാം വരാൻ പോകുന്നത്? ഒക്ടോബറിലേക്കാണ്. നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഇനി എക്സാം നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? ഒക്ടോബറിലാണ്. അപ്പൊ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ജനറൽ നോളേജ് 70 മാർക്കിന് ചോദ്യമുണ്ട്. പിന്നെ അർത്ഥമാറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് എന്നൊക്കെ ആയിട്ട് 10 മാർക്കും, നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, മൊത്തത്തിൽ 100 മാർക്ക് തന്നെയാണ് എക്സാം വരാൻ പോകുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ മിസ്സേ, സിലബസ് മാറുമോ, എന്താ വെച്ചാ നമ്മൾ പഠിക്കേണ്ടതെന്നാണ് അല്ലെ. ഇതുവരെ സിലബസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ പഴയ സിലബസ് തന്നെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പക്ഷെ സിലബസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി മാറ്റം വരുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, കുറച്ച് ടോപ്പിക്കുകൾ കൂടി ഇതിനകത്ത് ആഡ് ആക്കും എന്നല്ലാതെ ഈ സിലബസ് മുഴുവനായിട്ട് മാറില്ല. ഇംഗ്ലീഷും മലയാളം സ്ഥിരമായിട്ട് എന്താണോ പഠിക്കാനുള്ളത് അത് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന പരീക്ഷയിലേക്കും പോകുന്നത്. അതുപോലെ ഇതുവരെ നമ്മുടെ PSCയുടെ ഏത് സിലബസ് എടുത്ത് നോക്കിയാലും എത്ര മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും പഠിക്കാനുള്ള കാര്യത്തിന്റെ കൂടെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നിലവിലുള്ള നമ്മുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ചാൽ മതിയാവും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇനി നമ്മൾ കുറെ കേൾക്കുന്ന അല്ലെ, PSCയുടെ പാറ്റേൺ മാറുന്നു, PSCയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ശരിക്കും എന്താ ഈ PSCയിൽ മാറ്റം വന്നേക്കുന്നത്? നിങ്ങൾക്ക് മുൻവർഷത്തെ ചോദ്യപേപ്പർ എടുത്തു നോക്കിയാല് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണ്, നമുക്ക് കൂടുതലും വരുന്നത് പ്രസ്താവന ചോദ്യങ്ങളാണ്. പണ്ടത്തെ പോലെ കുറെ ഗൈഡുകളൊക്കെ എടുത്തു വെച്ച് ഇതാര് കണ്ടുപിടിച്ചു, ഇതെന്താണ്, ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താ, ഇങ്ങനെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, PSC എക്സാമിന്റെ മാർക്ക് അങ്ങ് നേടാൻ പറ്റില്ല. മറിച്ച് നമ്മൾ പഠിക്കുന്നത് ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഭാഗങ്ങളെ കുറിച്ചും പഠിച്ചിരിക്കണം. അപ്പൊ പിന്നെ ചോദ്യം അടുത്തത് എന്തായിരിക്കും, ഏതായിരിക്കും നല്ലൊരു പുസ്തകം, ഞങ്ങൾ ഏത് ബുക്കാണ് വാങ്ങേണ്ടത്, ഏത് റാങ്ക് ഫയലാണ് വാങ്ങേണ്ടത്? നിങ്ങൾ ഒരു റാങ്ക് ഫയലിലേക്കും നോക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് എന്ത് തന്നെയാണ്, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കഴിഞ്ഞ ASMന്റെ ചോദ്യപേപ്പർ ആയാലും കഴിഞ്ഞ ഏത് PSCയുടെ ചോദ്യപേപ്പർ നോക്കിയാലും അതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ എവിടെ നിന്നുള്ളതാ, SCERT ടെക്സ്റ്റ് എന്നാണ്. അപ്പൊ ഡിഗ്രി മെയിൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലെ. കേരളത്തിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന ഒരു എക്സാം ആണ്. നല്ല ഡീപ്പായിട്ട് ചോദ്യം വരും. ആ ഡീപ്പായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഒക്ടോബർ മാസമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും ഒക്ടോബറിലേക്ക് അധിക ദൂരം ഉണ്ടോ? ഇല്ല. നമ്മളൊന്ന് പഠിച്ചു തുടങ്ങുമ്പോഴേക്കും ഡേറ്റ് നമ്മുടെ മുമ്പിൽ എത്തും. അപ്പൊ നിങ്ങൾ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ എന്റെ വിഷയം ഏതാന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. എന്റെ വിഷയം ഏതാണ്? മലയാളമാണ് അല്ലെ. നമ്മൾ പൊതുവേ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, PSC പരീക്ഷകളിൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന 3 വിഷയങ്ങളാണ് ഉള്ളത്. ഒന്നേതാ?
ഒന്ന് മലയാളം ഉണ്ട്, മറ്റൊന്ന് ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ഒന്ന് മാത്സ് ഉണ്ട്. പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാ ഇങ്ങനെ പറയാനുള്ള കാര്യം? ഈ മാത്സ്, ഇംഗ്ലീഷും മലയാളം, അതായത് നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ PSC പരീക്ഷയ്ക്കും ഉപകരിക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമോ, നമ്മൾ പഠിച്ചാൽ മറക്കില്ല. ഇതും ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത. അപ്പൊ സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിൽ PSCയിലെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കുന്ന വിഷയങ്ങളാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അപ്പൊ മലയാളത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, വീഡിയോകൾ ചെയ്യും. അപ്പൊ സ്ഥിരമായിട്ട് അറിയുന്ന പോലെ തന്നെ അല്ലെ, റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ മലയാളത്തിന് എത്ര മാർക്ക് ഉണ്ട്? 10 മാർക്ക് ഉണ്ട്. അതിൽ കൊടുത്തേക്കുന്നത് എന്താ? പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീത പദം, ശൈലികള്, പഴഞ്ചൊല്ലുകള്, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം, വാക്യങ്ങൾ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് കാണുമ്പോ ഇതൊക്കെ എന്താ പഠിക്കേണ്ടത് അല്ലെ? പദശുദ്ധി, കുറച്ച് പദങ്ങൾ തരുന്നു, അതെടുത്ത് അങ്ങ് എഴുതുന്നു, ഇങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നേ? എന്ന് അങ്ങനെ വിചാരിച്ചാ പോരാ. പദശുദ്ധിയുടെ പദങ്ങള് നമ്മളോട് ചോദിക്കുന്നത് എവിടെന്നാ? SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ 2025 ചോദ്യപേപ്പർ എടുത്തു നോക്കിയേ, നിങ്ങൾ കാണുന്നത് ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യനാ. നമ്മുടെ അടിമത്വമാണോ, അടിമത്തമാണോ, യാദൃശ്ചികമാണോ, യാദൃച്ഛികമാണോ, അതുപോലെ ഹാർദവമാണോ, ഹാർദമാണോ, അതിഥിയാണോ, അതിഥിയാണോ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. ഇതേ പദശുദ്ധി റിലേറ്റ് ചെയ്താണ് നേരെ എവിടെ പോകുന്നത്? വാക്യശുദ്ധിയിലേക്ക് പോകുന്നത് അല്ലെ. വാക്യശുദ്ധി എന്ന് പറഞ്ഞാല് നമ്മള് റീൽസിലൊക്കെ പറയുന്ന പോലെ ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡി ആവൂല, അങ്ങനെയല്ലേ പറയുന്നേ? അതുപോലുള്ള ഒരു സാധനം ഈ വാക്യശുദ്ധി. എന്താ ബുദ്ധിമുട്ട്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക, തെറ്റായ വാക്യം കണ്ടെത്തുക എന്ന് ചോദിക്കുമ്പോ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. ചില ആളുകൾക്കാണെങ്കിലോ അതാണോ ഇതാണോ, അതാണോ ഇതാണോ എന്നുള്ള ആകെ ഒരു ആശയക്കുഴപ്പം വരും. ഇങ്ങനെ ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാ? ഒരു വാക്യത്തില് എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ 1 മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റില്ലേ? അപ്പൊ ഒരു വാക്യത്തിൽ വരുന്ന ദോഷങ്ങള് എന്തൊക്കെയാണെന്നറിയാവോ? 1 പദക്രമഭംഗം, 2 പൗനരുക്ത്യം അഥവാ പുനരുക്തി, 3 സമുച്ചയ ദോഷം, 4 ഗതിദോഷം, 5ാമത്തത് എന്താണ്? പദദോഷം അല്ലെങ്കിൽ വിലക്ഷണ പ്രയോഗം. ഈ 5 ദോഷങ്ങളെ പഠിക്കുന്ന ഒരാൾക്ക് എന്താക്കാം? വാക്യശുദ്ധിയിൽ നിന്നുള്ള 1 മാർക്ക് ഈസി ആയിട്ട് നേടാം. ഇനി ഇതൊക്കെ എന്താ മിസ്സേ പറഞ്ഞെന്നാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും കേട്ടോ. ഇനി അടുത്ത നോക്കിക്കേ, പരിഭാഷ. പരിഭാഷ പിന്നെ സിമ്പിളാ അല്ലെ. ഒരു മലയാളം വാക്ക് തരുന്നു, അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒരു ഇംഗ്ലീഷ് തരുന്നു, അതിന്റെ മലയാളം നമ്മൾ കണ്ടുപിടിക്കുന്നു. എനിക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാധനമാണ്. ഇനി അടുത്തതോ, ഒറ്റപദം. ഇപ്പൊ പണ്ടത്തെ ഒറ്റപദമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അവിടെ എന്താ? അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അമ്മ, അല്ലെങ്കിൽ മകളുടെ ഭർത്താവ്, ഇങ്ങനെയുള്ള ഒറ്റപദം കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മുടെ കാലൊക്കെ മാറി. ഇപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഇല്ലാന്ന് ആർക്കും മനസ്സിലായി, PSCക്കും മനസ്സിലായതുകൊണ്ട് ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്നുകൂടി അങ്ങ് മാറ്റിയിട്ട് ഇപ്പൊ എന്താ നമ്മളോട് ചോദിക്കുന്നത്? അറിയാനുള്ള ആഗ്രഹം. എന്താ? ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു. പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷ. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബഡിഷു അല്ലെ. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഒറ്റ പദത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി അടുത്തത് പര്യായ പദം. പര്യായ പദം പഠിക്കുമ്പോൾ നമുക്ക് ഏത് റാങ്ക് ഫയൽ നോക്കിയാലും ഒരുപാട് ഉണ്ടല്ലേ. ഇതെല്ലാം പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്തിനെ തന്നെയാണ്? PYQ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മളോട് കൂടുതൽ ചോദിക്കുന്നത് സമുദ്രത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്, നദിയെ കുറിച്ച് ചോദിക്കാറുണ്ട്, മേഘത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താ ജലത്തിനെ കുറിച്ച്, താമരയെ കുറിച്ച്, മയില്, കുതിര, ഇങ്ങനെയുള്ള കുറച്ച് ജീവജാലങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതും റിപ്പീറ്റ് ആണ്. കാരണം PYQ ക്വസ്റ്റ്യൻ 2025, 24, ഇപ്പൊ 2026 കഴിഞ്ഞേക്കുന്ന നമ്മുടെ ഡിഗ്രിയുടെ ചോദ്യപേപ്പർ എടുത്താൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താ? ഒരേ പാറ്റേൺ തന്നെയാണ്. പിന്നെ പര്യായങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സമുദ്രത്തിന്റെ ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പാരാവാരം, രത്നഗർഭം, അലയാളി എന്നൊക്കെ
എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? നിമ്നക എന്ന പര്യായം എന്തിനെ സൂചിപ്പിക്കുന്നു? ആനയുടേത് ചോദിച്ചിട്ടുണ്ട്. കരി, കളഭം, സിന്ദൂരം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആനയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ PYQ വെച്ച് തന്നെ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് പര്യായ പദം, അതുപോലെ തന്നെ വിപരീത പദം, ഒറ്റപദം, പരിഭാഷ, പദശുദ്ധി. ഇതൊക്കെ പഠിക്കാൻ നമുക്ക് എളുപ്പം എന്ത് തന്നെയാണ്? നമ്മുടെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ PYQൽ എവിടെ നിന്നാ ചോദ്യം ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാല് അത് 8, 9, 10 SCERT ടെക്സ്റ്റ് ബുക്കിലെ മലയാളം ടെക്സ്റ്റ് തന്നെയാണ് ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഉറപ്പിച്ച് നിങ്ങളോട് പറയാം. 2025 ചോദ്യം വന്നേക്കുന്ന ഒരു വരിയുണ്ട്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്ന ഒരു വരി തന്നിട്ട് അതിനകത്ത് ചക്ഷുശ്രവണൻ എന്ന പദത്തിന് സമാനമായ പദം ഏത്? എവിടെ നിന്ന് വന്ന ചോദ്യ? പര്യായത്തിലേക്ക് വന്നതാ. ആരാ? ചക്ഷുശ്രവണൻ. കാഴ്ചയെ കേൾവിയാക്കി മാറ്റിയവൻ ആരോ അവൻ. ആരാത്? പാമ്പാണ് അല്ലെ? ആ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ദർദുരം എന്ന പദത്തിന് സമാനമായ പദം ഏത്? ദർദുരം തവളയാണ്. അത് എവിടെ നിന്ന് വന്നിട്ടുണ്ട്? പര്യായത്തിലേക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത് കൂടാതെ വഗ്നി സന്തപ്സ്ത ലോഹസ്താംബു ബിന്ദുന മർത്യജന്മം സന്നിഭം. വഗ്നി എന്ന പദത്തിന് സമാനമായ പദം ഏത്? വഗ്നി എന്ന് പറഞ്ഞ ആരാ? അഗ്നിയാണ്, തീയാണ്. ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മുടെ ചോദ്യം മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇന്ന പദത്തിന്റെ പര്യായം ഏത് എന്നതിന് പകരം ഒന്നുകൂടി വരികൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. 1, 2, 2, 3, 3, 4 ഈ ഒരു പാറ്റേൺ ചോദ്യവും നമ്മൾ എവിടെ കാണുന്നുണ്ട്? PSCയുടെ മലയാളം ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. ഇനി നമുക്ക് അടുത്തത് അല്ലെ, അടുത്തതാണ് ശൈലികൾ. ശൈലികൾ പിന്നെ നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഴയ ആളുകള്, പഴയ തലമുറകൾ അല്ലെ, നമ്മുടെ പൂർവികര് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ആശയങ്ങളുടെ ഒരു കൂട്ടയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? കൂപമണ്ഡൂകം കിണറ്റിലെ തവള. ഇത് നമ്മൾ ഓർമ്മയില്ലാതെ, നമുക്കറിയാം കൂപം കിണറാണ്, മണ്ഡൂകം തവളയാണ്, അപ്പൊ കിണറ്റിലെ തവള. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തരുത്. മറിച്ച് നിങ്ങളെ നോക്കി ഒരാൾ കൂപമണ്ഡൂകമേ എന്ന് വിളിച്ചാല് അതിന്റെ അർത്ഥം എന്തായിരിക്കും? ലോക പരിജ്ഞാനം ഇല്ലാത്തവൻ അല്ലെ, അല്പജ്ഞാനമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുക. അതുപോലെ ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ദീപാളി കുളിക്കുക, ധൂർത്ത് കാണിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക, ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. ആലത്തൂർ കാക്ക, ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാല് ആശിച്ച് കാലം കഴിക്കുന്നവർ. അതുപോലെ തന്നെ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് എന്താ? കായംകുളം വാൾ. കായംകുളം വാൾ എന്ന് പറഞ്ഞ എന്താ? ഏഷണി കാണിക്കുക എന്നുള്ള അർത്ഥത്തില്. പിന്നെ 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക. 5-ാം പത്തി എന്ന് പറഞ്ഞാലോ ഒറ്റിക്കൊടുക്കുന്നവൻ എന്നർത്ഥം. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ശൈലികളാണ്. അതും PYക്ക് നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് അവിടെ നിന്നുള്ള മാർക്കും നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ശൈലികളും പഴഞ്ചൊല്ലും ഇതേ കാറ്റഗറിയിലേക്ക് പോകും. പിന്നെ നമ്മൾ ഓൾറെഡി പര്യായം സമാന പദത്തിന്റെ ചോദ്യങ്ങളെ നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന് സന്ധി എന്ന് പറയുന്ന ഒരു ചോദ്യം, മറ്റൊന്ന് സമാസം എന്ന് പറയുന്ന ഒരു ചോദ്യം, പിന്നെ ഒന്ന് വിഭക്തി എന്ന് പറയുന്ന ഒരു ചോദ്യം. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ LDC ആയാലും ഏത് ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് നോക്കിയാലും നമ്മൾ കാണുന്ന ചോദ്യമാണ് സന്ധി സമാസം വിഭക്തിയിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ എല്ലാരും ചോദിക്കും, ഞങ്ങൾക്ക് വിഭക്തി പഠിക്കാനില്ലല്ലോ, സന്ധി പഠിക്കാനില്ലല്ലോ, സമാസം പഠിക്കാനില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ചോദ്യ പേപ്പറിൽ ഉത്തരം വന്നു? അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ കാണുന്ന ചേർത്ത് എഴുതുക എന്ന് പറയുന്ന ഒരു സാധനം, ഈ പിരിച്ചെഴുതുക എന്ന് പറയുന്ന ഒരു സാധനവും ഈ കാണുന്ന ഘടകപദം എന്ന് പറയുന്ന സാധനവും ചെറിയ സാധനങ്ങളല്ല. ബാക്കിയൊക്കെ നമുക്ക് SCERT വെച്ച് പഠിക്കാം. പക്ഷെ ഈ കാണുന്ന 3 എണ്ണവും വ്യാകരണത്തിന്റെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. അതായത് ഏറ്റവും ബേസ് മുതൽ മലയാളം പഠിച്ച ഒരാൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റൂ. ഈ ചേർത്ത് എഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. ഒന്ന് സന്ധിയും സമാസവും. പിരിച്ചെഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്ന മെയിൻ ടോപ്പിക് എന്താ? സന്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ തിരു പ്ലസ് വോണം, വാഴ പ്ലസ് ഇല, തല പ്ലസ് കെട്ട്, കരി പ്ലസ് ഇല, ഇങ്ങനെ 4 തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോ ഈ പിരിച്ചെഴുത്തിൽ കൂട്ടത്തിൽ പെടാത്തത് എങ്ങനെ കണ്ടുപിടിക്കുന്നറിയാവോ? ഈ സന്ധി വെച്ചാ കണ്ടുപിടിക്കാം. അതിൽ തലക്കിട്ട് ദിത്വസന്ധിയും ബാക്കി 3 എന്താ? ആഗമസന്ധിയാണ്. അപ്പൊ പിരിച്ചെഴുതാൻ അറിയണമെങ്കിൽ എന്ത് പഠിക്കണം? സന്ധി പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക എന്നുള്ള ചോദ്യം വരുന്നത്. ഇനി അടുത്ത കാര്യം പറയട്ടെ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് സന്ധി എന്ന് പറയുന്നത്. ദ്വിത്വസന്ധിയിൽ എന്തുകൊണ്ട് ഇരട്ടിപ്പ് വരുന്നില്ല? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ചോദ്യം വരാറുണ്ട്. ഇനി ഈ സന്ധിയിലേക്ക് പോകണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയോ? എന്താണ് സന്ധി? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി. അപ്പൊ പിന്നെ നമ്മൾ സന്ധി പഠിക്കാൻ എവിടെ നിന്ന് തുടങ്ങണം? വർണ്ണത്തിൽ നിന്ന് തുടങ്ങണം. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വർണ്ണം. വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അക്ഷരങ്ങൾ കിട്ടുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോണ്ടേ? വർണ്ണത്തിൽ നിന്ന് നമ്മൾ നേരെ എവിടെ എത്തും? അക്ഷരത്തിലേക്ക് പോകും. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വരാൻ തുടങ്ങി. അക്ഷരത്തിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യമായിരുന്നു ഒരു തവണ ഷ, ഷ, സ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത് എന്നും പറഞ്ഞൊരിക്കൽ ചോദ്യം വന്നു. മധ്യമങ്ങൾ, ഊഷ്മാക്കൾ, ഖരം, അധികരം, ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് എന്ത് ചെയ്തു? അക്ഷരത്തിലേക്ക് പോയി. ഉച്ചാരണ സ്ഥാനത്തിനനുസരിച്ചും ഉച്ചാരണ അവയവത്തിന്റെ അടിസ്ഥാനത്തിലും അക്ഷരത്തെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഖരം, അധികരം, മൃദുഘോഷം, അനുനാസികം എന്ന് ഉച്ചാരണത്തിന്റെ അടിസ്ഥാനത്തിലും അവയവത്തിന്റെ അടിസ്ഥാനത്തില് ഖണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം എന്നിങ്ങനെ തിരിച്ചതും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ പിന്നെ അക്ഷരങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോ തൊട്ടടുത്ത് നമുക്ക് ആരെ പഠിക്കണം? ശബ്ദ വിഭാഗത്തെ കുറിച്ച്, പദങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഈ പദത്തിൽ നിന്നാണ് നമ്മൾ നാമം, ക്രിയ, ഭേദകം, ദ്യോതകം എന്നതിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്ത് ആരെ പഠിക്കും? വാചകം എന്ന് പറയുന്ന ഒരു സാധനത്തെ പഠിക്കും. വാചകം കേൾക്കുമ്പോ അർത്ഥം കിട്ടുന്ന ശബ്ദം വാചകം. ഈ വാചകത്തിൽ നിന്ന് നമ്മൾ വീണ്ടും എവിടേക്ക് പോകും? സന്ധിയിലേക്ക് പോകും. അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചോ, മലയാളത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ പഠിച്ചു കഴിഞ്ഞു? ഒരൊറ്റ ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നാണ് പിന്നീട് നമ്മൾ സന്ധിയിലേക്കും സമാസത്തിലേക്കും പോകുന്നത്. അങ്ങനെ ചേർത്ത് എഴുതണമെങ്കിൽ എന്ത് വേണം? സമാസം എന്ന് പറയുന്ന ടോപ്പിക്കിലെത്തും. ഇനി സമാസം എന്ന് പറഞ്ഞാൽ എന്താ? വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം സമാസമാ. വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാതെ 2 പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ അതാണ് എന്ത്? സമാസം. അപ്പൊ ഈ സമാസം പഠിക്കുമ്പോ ആരിലേക്ക് എത്തി? നമ്മള് സമാസം പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ആരെ അറിയണം? വിഭക്തി പഠിക്കണം. ഈ വിഭക്തി എന്താന്ന് പഠിച്ചു വരുമ്പോഴേക്ക് വിഭക്തി പ്രത്യയത്തോട് സമാനമായിട്ട് നിൽക്കുന്ന മറ്റൊരു സാധനമാണ് ഇത് കാരകം എന്ന് പറയുന്ന ടോപ്പിക്ക്. കർത്തൃകാരകം, കർമ്മകാരകം, സാക്ഷികാരകം, സ്വാമികാരകം, അധികരണകാരകം എന്നും പറഞ്ഞ് 7 കിടപ്പുണ്ട്. അതും ഈ വിഭക്തി തമ്മിൽ ബന്ധപ്പെടുന്ന എങ്ങനെയാ? വിഭക്തി ആണെങ്കിലും നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക എന്നൊക്കെ പറഞ്ഞ് 7 കിടപ്പുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് നമ്മൾ മലയാളത്തിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങള് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇത് കാണുമ്പോ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ ഇത്രയൊക്കെ പഠിക്കണോ, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ നിന്നാ ക്വസ്റ്റ്യൻ വരുന്നേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. പലപ്പോഴും ഡിഗ്രി എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോ, അല്ലെങ്കിൽ LTC എക്സാം കഴിഞ്ഞ് വരുമ്പോ, 12th ലെവൽ എക്സാം കഴിയുമ്പോൾ, ഏതൊരു PSC എക്സാം കഴിയുമ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എവിടെയാണ് സിലബസിൽ ഞങ്ങൾക്ക് സന്ധി പഠിക്കാനുള്ളത്, എവിടെയാണ് ഞങ്ങൾക്ക് സമാസം പഠിക്കാനുള്ളത്, പിന്നെ എവിടെ നിന്നാ ഈ ചോദ്യം വരുന്നേന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ ടോപ്പിക്കിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ മലയാളം എന്ന്
പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാണണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം അത് പിന്നെ എളുപ്പത്തിൽ നമുക്ക് ലേഖകൻ എതിർലിംഗം എന്താ, നമ്പ്യാർ എതിർലിംഗം എന്താ അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ വചനം അല്ലെ, വചനമില്ലാത്ത ഒരു പരീക്ഷ പേപ്പർ ഇല്ലല്ലോ. ഏകവചനം, ബഹുവചനം, സ്ത്രീലിംഗം, പുല്ലിംഗം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, വലിയ ബുദ്ധിമുട്ടില്ല. ഘടകപദം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മലയാളത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ മലയാളം സിമ്പിൾ ആണ്, എങ്ങനെയെങ്കിലും 10 മാർക്ക് തട്ടിക്കൂട്ടി കിട്ടുമെന്ന് വിചാരിച്ച് പലരും പണ്ട് പരീക്ഷയ്ക്ക് പോകാറുണ്ടെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എക്സാം ആയിട്ട് ഇപ്പൊ എന്ത് മാറുന്നുണ്ട്, മലയാളം മാറുന്നുണ്ട്. ഇങ്ങനെ മലയാളം മാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നമ്മൾ വേണ്ട രീതിയിൽ തയ്യാറെടുപ്പ് എടുക്കാത്തതുകൊണ്ടാ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ആ മലയാളത്തിൽ ഒരു 10ൽ 8 മാർക്കെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് നേടാൻ പറ്റും. നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. മലയാളല്ലേ എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞാല് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് ഞാൻ പറയാൻ കാരണം ഈ അടുത്തിടെ നടന്ന എല്ലാ PSC പരീക്ഷയുടേതും, എന്തിനേറെ പറയുകയാണെങ്കിൽ നമ്മുടെ LP പരീക്ഷയ്ക്ക് പോലും ഇത്തരം ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, ചിട്ടയായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിനെ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നേരിടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചത് എന്താന്ന് വെച്ചാല്, എന്ത് പഠിക്കണം എന്ന് ഒരു ധാരണയില്ലെങ്കിൽ ദാ പഠിച്ചു തുടങ്ങിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോ. അപ്പൊ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു സെക്ഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും വരും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ കാണാനുള്ള ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വീണ്ടും ചെയ്യും. കുറെ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകള്, നോട്ടിഫിക്കേഷനുകള്, ഇനി വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള അടുത്ത കാര്യമാണ്, നമുക്ക് കമ്പനി ബോർഡിന്റെ ഒരു ബാച്ച് കൂടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഠിച്ചു തുടങ്ങണം. ഇനിയെങ്കിലും PSC നമുക്ക് കിട്ടണം, കേരളത്തിൽ നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ജോലി വേണമെന്ന് തോന്നുവാണെങ്കിൽ, വരാനിരിക്കുന്ന ഏത് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, CCയിൽ ജോയിൻ ചെയ്തോ. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ ഇതിലെ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക്